നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ്. ആലപ്പുഴ ജില്ലയിലെ ഡാണാപ്പടി മുതൽ ഹരിപ്പാട് ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റാണ്. പനി പിടിച്ചിട്ടുണ്ട്. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ്. നമ്മൾ നേരെ ഡാണാപ്പടി പാലത്തിൻ്റെ അടുത്തായിട്ടാണ്. ഇവിടെ ഹുദ ഹോസ്പിറ്റൽ ട്രസ്റ്റൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് വരികയാണ്. പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം ഇവിടെ കുറച്ച് ഗർഡറുകൾ, 5 ഗർഡറുകൾ, പിന്നെ തൊട്ടപ്പുറത്ത് പാലത്തിൻ്റെ നിർമ്മാണത്തിൽ 2 പിയറുകളുടെ ഘട്ടത്തിലിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം അവരടുത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് റോഡ് കടന്നു പോകുന്നതിൻ്റെ അടിയിൽ കൂടെ പോകുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള പൈലിംഗ് വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ പാലം ഇറങ്ങി വന്നേച്ച് നേരെ മുമ്പോട്ട് മാധവ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. അപ്പം മാധവ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുമ്പം നേരത്തെ അവിടെ പഴയ റോഡ് പൊളിച്ചിട്ട് അവിടെ ടാറിങ് വർക്കുകൾ കുറച്ചും കൂടെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. വലത്തേ സൈഡിൽ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പിന്നെ കുറച്ച് പുതിയ മണ്ണൊക്കെ കൊണ്ടുവന്നിടുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മാത്രം കുറച്ച് നീളത്തിലായിട്ട് ടാറിങ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ തന്നെയാണ് മെർജിങ് പോയിൻറ്റും വരുന്നത്. നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്രാഷ് ബാരിയർ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടില്ല. ഇവിടെ മാത്രം ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് കിഴക്കോട്ട് കയറ്റമായിരിക്കും. കാരണം മാധവ ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള കയറ്റമായിരിക്കും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് പിന്നെ ഇവിടെ 2 സൈഡിലും മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരും. എനിക്ക് തോന്നിക്കുന്നത് ഇവിടുന്ന് പിന്നെ കയറ്റമൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നല്ല ഹൈറ്റിലായിട്ട് റോഡ് വന്ന് നേരെ RK ജംഗ്ഷൻ വരെ അവർ നല്ല ഉയരത്തിലായിട്ടായിരിക്കും റോഡ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് ഇനി 2 സൈഡിലും ഭിത്തി കെട്ടാതെ ഇവിടെ ആ ഒരു പരിപാടി നടക്കുന്നില്ല. പിന്നെ നമ്മൾ നേരെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞ് നേരെ മാധവ ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അപ്പം 3 തൂണുകളിലെയും പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവസാനത്തെ 4ാമത്തെ തൂണിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതോടെ കഴിഞ്ഞാൽ പിന്നെ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പരിപാടി തുടങ്ങും. നമ്മളിനി നേരെ ഹരിപ്പാട് ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോയ്ക്കകത്ത് ഈ ഇടത്തെ സൈഡിൽ കാണുന്ന ഗർഡറുകൾ 14 എണ്ണമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായതൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇപ്പോൾ 17 എണ്ണമാണ്. 15 എണ്ണം പൂർത്തിയായി, 2 എണ്ണം ബാക്കിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ഹരിപ്പാട് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിൽ കാണുന്ന ഗ്രൗണ്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ്. അവിടെ വരെ ഫ്ലൈ ഓവർ നീട്ടണമെന്നും പിന്നെ തെക്കോട്ട് റെയിൽവേ സ്റ്റേഷൻ പോകുന്ന റോഡിൻ്റെ അടുത്ത് വരെ നീട്ടണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീട്ടുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അതിനെപ്പറ്റി പിന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അഥവാ അതിന് വേണ്ടിയിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തേക്കായിട്ടാണ് എത്തുന്നത്. ഇവിടെ 4 തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. 1 മാത്രം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിലായിട്ടാണ് 4 തൂണുകൾ. ഇനി അപ്പുറത്തെ സൈഡിലും ഇതേപോലെ 4 തൂണുകൾ വരും. പിന്നെ നമ്മൾ നേരെ RK ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ 2 സൈഡിലും പിന്നെ ഈ തൂണ് കഴിഞ്ഞേച്ച് വരുന്ന ഭാഗത്ത് പിന്നെ 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന സ്ഥലമാണ്. ഇവിടുന്ന് പിന്നെ RK ജംഗ്ഷൻ വരെ കാണും. കയറ്റം കയറി ഇറങ്ങി പോകണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഉള്ള റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ പറവൂർ മുതൽ കുറ്റുകുളങ്ങര വരെയുള്ള റീച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലത്താണ് ഹരിപ്പാടൊക്കെ ഉള്ളത്. അപ്പോൾ സിയു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ വർക്ക് ചെയ്യുന്നത് വിശ്വസമുദ്രയാണ്. വിശ്വസമുദ്രയും സിയു കമ്പനിയൊക്കെ ചങ്കുമാണ്. അപ്പം വിശ്വസമുദ്രയാണ് ചെയ്യുന്നത്. അടുത്തടുത്തായിട്ട് 3 റീച്ചുകളാണ് 31/12/2025 തീർക്കേണ്ടത്. അതായത് ആലപ്പുഴ പറവൂർ മുതൽ കുറ്റുകുളങ്ങര വരെയുള്ള ഈ ഒരു റീച്ച്, കുറ്റുകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് വരെ വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത് അടുത്ത റീച്ച്. പിന്നെ കൊല്ലം ബൈപ്പാസ് മുതൽ കടമ്പാട്ടുകോണം വരെ ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഈ റീച്ച്. ഈ 3 റീച്ചിൻ്റെയും അവസാനത്തെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് 31/12/2025. നമ്മൾ RK ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നേരെ നങ്ങ്യാർകുളങ്ങര ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെ അത്യാവശ്യം പണി നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. നേരത്തെ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ട് പിന്നെ വലതുഭാഗത്തുള്ള സ്ഥലത്തിപ്പം നല്ല രീതിയിൽ തന്നെ പണി കുറച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു വരിക്ക് തന്നെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തെക്കോട്ട് ഒരു സൈഡ് ടാറിങ് വർക്കുകൾ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ നമ്മുടെ പഴയ റോഡിൻ്റെ ഒരു ഭാഗത്തുകൂടിയാണ് ശകലം കാണാം. ആ ഒരു ഭാഗത്തുകൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ തെക്കോട്ട് പോകേണ്ട കരുനാഗപ്പള്ളി കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ട് ഇടത്തെ സൈഡിൽ കൂടിയാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്.
ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് വലത്തേ സൈഡിലെ 6 വരി പാതയ്ക്ക് വീതിക്ക് വേണ്ടിയിട്ട് ടാർ ചെയ്ത ഭാഗത്തൂടി വാഹനങ്ങൾ കടത്തി വിട്ടിട്ട് പിന്നെ ഇടത്തേ സൈഡിൽ ഈ ഗ്യാപ്പ് കാണുന്ന ഭാഗത്ത് ഇനിയുള്ള പണി തുടങ്ങാനാണ് സാധ്യതയുള്ളത്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു റീച്ചിൽ 44% വർക്കാണ് ഫിനിഷ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോ മാസവും 5% വർക്ക് ഫിനിഷായിട്ടില്ലെങ്കിൽ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനിക്ക് ചിലപ്പം പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു റീച്ചിലിപ്പം പണി ആക്റ്റീവായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹരിപ്പാട് കഴിഞ്ഞിട്ട് തെക്കോട്ട് വരുന്നിടത്ത് ഇപ്പം ഇതേപോലെ കുറച്ച് പണി ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ചില അണ്ടർപാസിൻ്റെ അടുത്തൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി നേരെ വരുന്നത് നെങ്ങിയാർകുളങ്ങര കവല ഭാഗത്തേക്കാണ് വരുന്നത്. നേരെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റിയൊരു വലിയ ബിൽഡിങ്, അത് അതിൻ്റെ ഒരു ഭാഗം കുറച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. പൊളിച്ചു മാറ്റുന്നതിനെ പറ്റിയൊന്നും പുതിയ അറിവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ വരുമ്പം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വലത്തേ സൈഡിൽ 3 പിയറുകളാണ് ഉള്ളത്. അതിലൊന്നിൽ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇടത്തേ സൈഡിലും പൈലിങ് കഴിഞ്ഞ് കിടക്കുകയാണ്. കണ്ടോ, കോൺക്രീറ്റ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുന്നത് അവിടെ പൈലിങ് ചെയ്ത ഭാഗത്താണ്. അവിടെ അവർ കുറച്ച് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിൽ അവിടെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നേരെ ഇനി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ വലത്തേ സൈഡിൽ ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. അത് പുതിയ പണിയാണ്. വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കുറേ കൊണ്ടുവന്ന് ഇറക്കിയും വെച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് നമ്മൾ നേരെ വരുന്നത് ഭൂവി കൺവെൻഷൻ സെൻറ്റർ, പിന്നെ കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രം, പിന്നെ NTPC ജംഗ്ഷൻ, ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടത്തേക്ക് പണി നമ്മൾ നേരത്തെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. പിന്നെ കുറച്ച് പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭൂവി കൺവെൻഷൻ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് വരുമ്പം അവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. അപ്പം ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതേ ഉള്ളൂ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നോക്കിയിട്ട് പിന്നെ ഈ ഒരു വീഡിയോയിൽ എന്താണെന്നുള്ളത് പരിശോധിച്ചപ്പം പണി നടന്നിരിക്കുന്നത് ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ ടാറിങ്ങാണ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും ഒക്കെ ആയിട്ട് പോസ്റ്റൊക്കെ കറക്റ്റ് സർവീസ് റോഡിലായിട്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലതൊക്കെ ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിലൊക്കെ ആയിട്ട് നിൽക്കുന്നതും കാണാൻ പറ്റും. അത്യാവശ്യം ഈ ഒരു ഭാഗത്തേക്ക് പണി ഏകദേശം ഒരു പണിയിൽ നിൽക്കുകയാണ്. അത്യാവശ്യം ഒന്നുകൂടെ ഒന്ന് ഫാസ്റ്റ് ആക്കാമെങ്കിൽ ഒരു ഇതൊക്കെ പണി പൂർത്തിയായെന്ന് വേണമെങ്കിൽ പറയാം. നേരെ നമ്മൾ കാഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇവിടുന്ന് 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഉയർത്തും ആയിരിക്കും വരുന്നത്. കാരണം തൊട്ടപ്പുറത്ത് NTPC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ കാണുന്ന അണ്ടർപാസ് ഉണ്ട്. അപ്പം അണ്ടർപാസിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് കോൺക്രീറ്റിന് വേണ്ടിയിട്ട് കമ്പിയൊക്കെ ഉയർത്തി വളച്ച് വെച്ചിരിക്കുന്ന പണികളായിരുന്നു അന്ന് കണ്ടത്. ഇപ്പം കോൺക്രീറ്റ് വർക്ക് പകുതിയോളം ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കണം. ഇനി നമ്മൾ മുമ്പോട്ട് നേരെ ചേപ്പാട് ഭാഗത്തേക്കാണ് വരുന്നത്. അവിടെയാണ് പിന്നെ ഒരു വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇവിടെ പിന്നെ കലുങ്കിൻ്റെ നിർമ്മാണവും ഓടയുടെ നിർമ്മാണവും അതേപോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പം ഈ സ്ഥലം ഇപ്പം ഗർഡറുകൾ നിർമ്മിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഇപ്പം ഈ ഒരു സ്ഥലത്തെ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഗർഡറുകളുടെ നിർമ്മാണമാണ് നടക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഡ്രോണിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ കാക്കകൾ ഫോളോ ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. അത് വലിയ ഇടങ്ങേറായിട്ടുണ്ട്. ഒരു ദിവസം മുന്നേ ഫേസ്ബുക്ക് പേജിൽ, അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സാറ് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വാഹനാപകടത്തെ പറ്റിയിട്ട് ഒരു ബോധവൽക്കരണ വീഡിയോ ചെറുതായിട്ടെങ്കിലും മതി എന്നങ്ങ് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇപ്പം MVDയുടെ ഫേസ്ബുക്ക് പേജിലുണ്ട്. അത് കാണാത്തവർക്ക് MVD സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് കയറി കാണാവുന്നതാണ്. ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ അദ്ദേഹം പറയുന്നതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാഹന അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളുള്ള ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ തവണ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് കേൾക്കുന്നവർക്കൊരു
എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവും എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. ആൾക്കാർക്ക് ഉപദേശങ്ങൾ ഒന്നും കേൾക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്കും അതേപോലെയാണ്. ഉപദേശങ്ങൾ കേൾക്കുന്നതൊന്നും എനിക്ക് അധികം ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. ആർക്കും അങ്ങനെ വലുതായിട്ട് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അപകടം ഉണ്ടാകാനുള്ള സാധ്യത നമ്മൾ പറയുന്നത് ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ട് ആർക്കെങ്കിലും ശ്രദ്ധ വന്നിട്ട് ആരെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൻ്റെ വിജയം തന്നെയാണ്. അപ്പോൾ നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. വയഡക്റ്റിൻ്റെ 3ാമത്തെ തൂണിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് വീണ്ടും ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ പറ്റി പറയാം. എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മുടെ നിലവിലിപ്പോൾ ആറുവരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ട് പല സ്ഥലത്തുമായിട്ട് തന്നെ ഇവരുടെ തന്നെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി വാഹനങ്ങൾ തന്നെ പല സ്ഥലത്തു നിന്നൊക്കെ, അതായത് ഗർഡറുകൾ ഉയർത്തി വെക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടുവരുന്ന സമയത്തോ അവരുടെ ഹിറ്റാച്ചിയൊക്കെ മാറ്റുന്ന സമയത്തോ അല്ലെങ്കിൽ ഹിറ്റാച്ചി അവരുടെ തന്നെ വേറെ വണ്ടിയിലോട്ടൊക്കെ കയറ്റുന്ന സമയത്തോ ചിലപ്പം അവിടെ സമയം നഷ്ടം ഉണ്ടാവുന്നുണ്ട് യാത്രക്കാർക്ക്. കുറച്ച് നേരമൊക്കെ അവിടെ ബ്ലോക്കായി കിടപ്പുണ്ട്. അപ്പം അത്യാവശ്യം എയർപോർട്ടിൽ പോകേണ്ടവർ, ഇൻ്റർവ്യൂവിന് പോകേണ്ടവർ, എക്സാമിന് പോകേണ്ടവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരു വാഹനത്തിൽ വരികയാണെങ്കിൽ അവർ ഈ സമയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പിന്നെ സ്പീഡ് കൂട്ടിപ്പോകും. സ്പീഡ് കൂട്ടി പോകുന്ന സമയത്ത് ഈ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന സ്ഥലം ഡേഞ്ചർ സ്ഥലമാണ്. ഇറങ്ങി പോകുമ്പോഴും കയറി വരുമ്പോഴും ഓവർടേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്സിഡൻ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളാണ് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പ്രധാനമായിട്ടും സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം. അപ്പം അത്യാവശ്യം എവിടെയെങ്കിലും പോകേണ്ടവർ നേരത്തെ ഇറങ്ങുക എന്നുള്ളതാണ്. 1, 2, 3 മണിക്കൂർ നേരത്തെ ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മളിപ്പം നേരെ രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്നിട്ട് നിരത്തി എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിക്ക് അവിടെ നല്ല ഹൈറ്റിലായിട്ടാണ് ഡ്രൈനേജ് നിൽക്കുന്നതും. സർവീസ് റോഡ് ക്ഷേത്രത്തിൻ്റെ ഭാഗം വരുന്നിടത്തുനിന്ന് നല്ല ഹൈറ്റിലായിട്ടാണുള്ളത്. പിന്നെ നമ്മൾ നേരെ വരുന്നത് രാമപുരത്തെ സ്കൂളിൻ്റെ അടുത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. അത്യാവശ്യം ഇടത്തെ സൈഡിൽ ഇവിടെ കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ട്. ബോക്സ് കൾവർട്ടൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. അതേപോലുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ഇപ്പം നല്ല രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാമപുരം അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് പണി കുറച്ച് ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. ഈ രാമപുരത്തെയും അണ്ടർപാസിൻ്റെ അടുത്തെയും പിന്നെ നമ്മുടെ ചേപ്പാട് ഭാഗത്തുള്ള വയഡക്റ്റിൻ്റെയും പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒരു ഡ്രോൺ വീഡിയോ മാത്രമായിട്ട് എടുക്കണമെന്നാണ് കരുതിയിരുന്നത്, ഹരിപ്പാട് ഭാഗത്തെയും. അപ്പോൾ പിന്നെ ഇത്രയും ഭാഗത്തെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഭാഗത്തായിട്ട് പണിയൊക്കെ എന്തായെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും കമൻറ്റിൽ വരും. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർണ്ണമായിട്ടും നമ്മൾ ഡാണാപ്പടി മുതൽ ഹരിപ്പാട് മുതൽ കായംകുളം വരെ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഡാണാപ്പടിയിലുള്ളവർ പറയും ഡാണാപ്പടി എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും കമൻറ്റിൽ വരും. നമുക്കിപ്പം അത് ആ ഒരു കാരണം കൊണ്ടാണ് മൊത്തത്തിൽ ഇനി എടുത്തത്. അപ്പം നമ്മൾ നേരെ രാമപുരം അണ്ടർപാസ് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കണ്ട് ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് ടാർ ചെയ്തിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് നല്ല രീതിയിലുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. അവിടുന്ന് മണ്ണ് നീക്കം ചെയ്തിട്ട് ഇപ്പോൾ കണ്ട പുതിയതായിട്ട് മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇത്രയും ഭാഗത്തായിട്ട് അടിച്ചു കൂട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വടക്കോട്ട് ഹരിപ്പാട് ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ ഒരു സൈഡ് പൊളിച്ചു മാറ്റിയിട്ട് ബാക്കി കാണുന്ന റോഡ് ഭാഗത്തൂടെയാണ് ഇങ്ങോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങൾ ഇവിടെ കുറച്ച് ഭാഗം സർവീസ് റോഡ് ടാർ ചെയ്തിട്ട് അതുവഴി വാഹനങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ടുന്നുണ്ട്. ഇവിടെ വലതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികൾ നടക്കുകയാണ്. ഇവിടുന്ന് പിന്നെ നമ്മൾ അങ്ങോട്ട് തെക്കോട്ട് പോകുന്നിടത്തും അത്യാവശ്യം കുറച്ച് സ്ഥലത്തായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം. അപ്പോൾ അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ഇതുപോലുള്ള പണികളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ കരിയിലക്കുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. പെട്രോൾ പമ്പ് നിൽക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ പഴയ പോസ്റ്റൊക്കെ നിൽപ്പുണ്ട്, റോഡിൻ്റെ നടുക്കായിട്ട് നിൽപ്പുണ്ട്. രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്നതിൻ്റെയൊക്കെ അടുത്തായിട്ട് തന്നെ പോസ്റ്റുകൾ നിൽപ്പുണ്ട്. നമ്മളിപ്പം മുമ്പോട്ട് വരുന്നിടത്ത് ഒരു കനാൽ കടന്നു പോകുന്നുണ്ട്. അപ്പം അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഇപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. ആ ഒരു കനാൽ എക്സ്റ്റെൻഡ് ചെയ്ത് അതിൻ്റെ കമ്പിയൊക്കെ അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. നേരത്തേക്ക് കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് ഉള്ളത്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് നേരത്തെ
നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ രണ്ട് സൈഡിലും ഇവിടെ സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ചും കൂടെ ടാർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലും കറക്റ്റ് ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇടത്തേ സൈഡിൽ അത് ഇവിടേക്ക് ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണ് കൊണ്ടുവന്ന് അടിച്ച് ഇടാനുണ്ട്. നമ്മൾ കരിവേപ്പിലക്കുളങ്ങര ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം നേരെ പിന്നെ സ്പിന്നിങ് മില്ല് ഇവിടെയൊക്കെ ഒരുപാട് പണികൾ പുരോഗമിക്കാനുണ്ട്. അത്യാവശ്യം ഇനി നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഒരു വളവ് വരുന്നുണ്ട് വലത്തേ സൈഡിലായിട്ട്. അപ്പം ആ ഒരു സ്ഥലത്തൊക്കെ ഇനിയും മണ്ണടിച്ച് നിറയ്ക്കാനുണ്ട്. അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമാണ് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതിനു മുന്നേ നമ്മൾ നേരെ വരുന്നത് പുത്തൻ റോഡ് ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ കണ്ട ക്രാഷ് ബാരിയർ നിർമ്മാണം കണ്ടോ, കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. തന്നെ ഇവിടെ പുതിയൊരു പെട്രോൾ പമ്പ് ഈ ഒരു ഭാഗത്തായിട്ടും വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞ് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് റീറ്റെയിനിങ് വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നീളത്തിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് ടാറിങ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മൾ നേരെ കൊറ്റുകുളങ്ങര ഭാഗത്തേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വളവ് വരുന്ന ഭാഗത്ത് അത്യാവശ്യം നേരത്തെ പണിയൊന്നും ഇല്ലാതിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും വലിയ പണിയൊന്നുമില്ല. കഴിഞ്ഞ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡ്രൈനേജിൻ്റെ പണി മാത്രമേ കഴിഞ്ഞുള്ളൂ. ഇവിടെ നല്ല താഴ്ചയുള്ള ഭാഗമാണ് കേട്ടോ ഈ നിലവിലെ റോഡിൻ്റെ വലതുഭാഗത്ത് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം ഒരുപാട് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് കൂട്ടേണ്ടി വരും. നമ്മളിപ്പം അടുത്ത റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കൊറ്റുകുളങ്ങര മുതൽ കൊല്ലം ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന വരെ. അപ്പോൾ അതിനിപ്പുറത്ത് വെച്ച് കുറച്ച് നീളത്തിലും കൂടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ അത്യാവശ്യം പിന്നെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ കുറച്ച് മണ്ണ് നീക്കം ചെയ്ത് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീഡിയൻ ഭാഗത്തായിട്ട് അത് ക്രാഷ് ബാരിയർ ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് അവർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ കോൺക്രീറ്റ് ബാരിക്കേഡ് ഉണ്ടല്ലോ, അതാണ് പിന്നെ ഇറക്കി ഇതിൻ്റെ നടുക്കോട്ട് വെക്കുന്നത് മീഡിയന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ MSM കോളേജിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. ഇവിടെ നേരത്തെയൊക്കെ കണ്ടതുപോലൊക്കെ തന്നെയുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗർഡറുകളുടെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു 8 എണ്ണം നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പണി നടന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം വേറെ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല. കുറച്ച് രണ്ട് സൈഡിലുമായിട്ടുള്ള കാട് വെട്ടി തെളിച്ചിട്ടുണ്ട്, അതേ ഉള്ളൊരു പണി. പിന്നെ രണ്ട് സൈഡിലും സർവീസ് റോഡ് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടും പാലത്തിൻ്റെ നിർമ്മാണം ഉണ്ടാകുമെന്നാണ് പറയാൻ കഴിയുന്നത്. ഇടത്തെ സൈഡിലാണ് നമ്മുടെ കായംകുളം ബസ് സ്റ്റാൻഡ് ഉള്ളത്. അപ്പം സ്റ്റാൻഡ് അത് പൊളിക്കുന്ന ദൃശ്യങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ നേരെ കാണുന്നത് കായംകുളത്തെ അണ്ടർപാസാണ്, വെഹിക്കുലർ അണ്ടർപാസ്. അപ്പം ഇതാണ് കായംകുളം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ ബിൽഡിംഗ് എല്ലാം പൊളിച്ചു മാറ്റേണ്ടത്, ശകലം കൂടെ പൊളിച്ചു മാറ്റാനൊക്കെ ബാക്കിയായി കാണുന്നുണ്ട്. നമ്മൾ പിന്നെ നേരെ തിരിഞ്ഞ് മുമ്പോട്ട് നേരെ കായംകുളത്തെ വലിയ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ബാക്കി പകുതിയുടെ കോൺക്രീറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അങ്ങോട്ട് കുറച്ചൊക്കെ പണിയേ നടക്കുന്നുള്ളൂ. ഓച്ചിറ ഭാഗത്തോട്ടൊക്കെ കുറച്ച് പണികളൊക്കെ ഉള്ളു. പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും നടന്നിട്ടില്ല. വലിയ പണി നടക്കുമ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും. കൊല്ലം ബൈപ്പാസിൻ്റെ കാര്യം മറന്നിട്ടില്ല, ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.